ഇന്ത്യയിൽ വന്നില്ല ഏറ്റവും ലേറ്റസ്റ്റ് കാർ ബ്രാൻഡ് വിയറ്റ്നാം എന്ന ചെറിയ രാജ്യത്ത് നിന്ന് വന്ന് ഗ്ലോബലി പ്രസൻസ് കീപ്പ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് വിൻഫാസ്റ്റ്. വിൻഫാസ്റ്റ് രണ്ട് മോഡൽ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള VF6ഉം VF7. അതിൽ സുപ്പീരിയർ മോഡലാണ് VF7. ഇന്ന് നമ്മൾ കാറിൻ്റെ റിവ്യൂ അല്ല നോക്കുന്നത്, കാർ ഉപയോഗിക്കുന്ന ഒരാളുടെ എക്സ്പീരിയൻസ് ആണ്. സോ നമുക്ക് നോക്കാം. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. ഓട്ടോമൊബൈൽ പോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ള വേറൊരു മേഖലയാണ് ആർക്കിടെക്ചറും ഓട്ടോമൊബൈലിൻ്റെ പ്രത്യേകത ഡിസൈനാണ്. ആ ഡിസൈൻ ഏറ്റവും നല്ലോണം ഒപ്പിയെടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് എൻ്റെ കൂടെ ഉള്ളത്. പ്രവീൺ, വെൽക്കം ടു ഷോ. താങ്ക് യു. നാഥൻ ഫോട്ടോഗ്രാഫി എന്നാണ് അറിയപ്പെടുന്നത്. ആർക്കിടെക്ട് ഫോട്ടോഗ്രാഫിയിൽ ഒരു മുദ്ര കൊട്ടിയിട്ടുള്ള ആളാണ്. പുള്ളിയുടെ വർക്ക് AD പോലുള്ള മാഗസീൻ, ആർക്കിടെക്ചർ ഡെക്കോറിലെല്ലാം വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ ഫോട്ടോഗ്രാഫി എനിക്ക് കണക്ട് ചെയ്ത ഫസ്റ്റ് എൻ്റെ വൈഫിൻ്റെ ഫോട്ടോഗ്രാഫിയിലൂടെയാണ്. ആൻഡ് ഷീസ് ആൻഡ് ഓൾസോ ആൻ ആർക്കിടെക്ട്. അപ്പം പ്രവീണാണ് ഈ VF7 ഓൺ ചെയ്യുന്നത്. അപ്പം പ്രവീൺ, എനിക്ക് ഇന്നിപ്പോൾ ആർക്കിടെക്ചറില്ല, ഇന്ന് ഓട്ടോമൊബൈലിനെ കുറിച്ചാണ് അറിയേണ്ടത്. സോ വെൽക്കം ടു ഷോ. എങ്ങനെയാണ് വിൻഫാസ്റ്റിൽ എത്തിപ്പെട്ടത്? വിൻഫാസ്റ്റിലേക്ക് എത്തിപ്പെട്ടത്, ഞാൻ ഈ കാറ് ഒരു വട്ടം ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് കാലിക്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ചു വരുമായിരുന്നു. ആ ടൈമിൽ നമ്മുടെ ഒരു ഹൈവേയിൽ ഈ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്, അതിൻ്റെ ഒരു ഗ്രീൻ കളർ. അപ്പോഴേക്കും ഇതിൻ്റെ ഒരു റോഡ് പ്രസൻസ് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അതിൻ്റെ ബാക്കും കണ്ടു, അതിൻ്റെ ഫ്രണ്ടും കണ്ടു. അതിനുശേഷം ഞാൻ കൊച്ചിയിലെത്തിയപ്പോഴേക്കുമാണ് ആഫ്റ്റർ 2 days ഈ സെയിം അന്ന് കണ്ട് അതിൻ്റെ ഒരു വലിയൊരു ഹോർഡിങ് കളമശ്ശേരിൽ വിൻഫാസ്റ്റ് കണ്ടത്. പിന്നെ ഒരു 2 days കഴിഞ്ഞപ്പോഴേക്കും വിൻഫാസ്റ്റിൻ്റെ ഷോറൂം ഞാൻ അവിടെ കളമശ്ശേരിയിൽ നിയർ ടു ഇറ്റ് കണ്ടു. അപ്പോൾ ഐ ടുക്ക് എ ഡിസിഷൻ, ഓക്കെ ഒന്ന് പോയി കാണാം, നല്ലൊരു വണ്ടിയല്ലേ. എന്നിട്ട് ഒരു ഈവനിങ് ആയിരുന്നു, ഒരു 6 o'clock അവിടെ എത്തിയപ്പം വെളിയിൽ ഷോറൂമിൻ്റെ വെളിയിൽ തന്നെ ഒരു ബ്ലാക്ക് ബീസ്റ്റ്, ഞാൻ അതാ പറയത്തുള്ളൂ, ഒരു ബ്ലാക്ക് ബീസ്റ്റ് VF7 കിടക്കുന്നത്. ഓക്കെ, കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, ആ ലുക്കാണ് എനിക്ക്, ഡിസൈൻ ആൻഡ് ആ ബോൾഡ്നെസ് കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ നമുക്കിത് എടുക്കണം എന്നുള്ളൊരു ഫസ്റ്റ് തോട്ട് തന്നെ ആയി. പിന്നെ അകത്തോട്ട് കയറി ലെഗ് സ്പേസും പിന്നെ ലക്ഷറിനെസ്സും കണ്ടപ്പോഴേക്കും അപ്പൊ ഈ രണ്ട് വണ്ടി ഉണ്ടായിരുന്നല്ലോ, VF6ഉം VF7. ആദ്യമേ VF7 ആയിരുന്നോ കോൺസെൻട്രേറ്റ് ചെയ്തത്? രണ്ടും നോക്കിയിട്ട് ഡിസൈഡ് ചെയ്താണ് VF7? ഞാൻ പറഞ്ഞല്ലോ, ആദ്യം വന്ന് കണ്ടപ്പം ആ ബ്ലാക്ക് ബീസ്റ്റ്, സോറി അങ്ങനെയല്ല, ഞാൻ പറഞ്ഞോളൂ, കണ്ട് ആ വണ്ടി കയറിപ്പോയി. ഓക്കെ, അതിന്റെ സ്പേസും കണ്ടിട്ട് പിന്നെ ഞാൻ VF6 കണ്ടപ്പോൾ എനിക്കതങ്ങ് അതുമായിട്ട് പിന്നെ ആ കംഫോർട്ടും ആ ഒരു ഇഷ്ടം നമുക്ക് ആദ്യം കാണുമ്പോൾ ഉള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കയറി പോയി. പിന്നെ VF6ലേക്ക് എനിക്ക് കണ്ടപ്പോൾ തന്നെ VF7 അങ്ങ് മനസ്സിലോട്ട് അങ്ങ് കയറി. അതിന്റെ ഒരു അതുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ അതിലേക്ക് നോക്കിയില്ല. VF7 തന്നെയാണ് എല്ലാം നോക്കിയത്. ഫസ്റ്റ് ടൈം ഒരു EV വാങ്ങല്ലേ? ഓക്കെ, അപ്പം ഐസിൽ നിന്ന് EVയിലേക്ക് മാറ്റം വന്നതിന് എന്തെങ്കിലും പ്രത്യേകം പ്രചോദനം ഉണ്ടായിരുന്നു? പ്രചോദനം, ഞാനൊരു ഫോട്ടോഗ്രാഫിയിൽ ആക്ച്വലി ഞാൻ നന്നായി ട്രാവൽ ചെയ്യും. അത് അറൗണ്ട് ഒരു 1 month തന്നെ, അല്ലെങ്കിൽ ഒരു 3000 to 4000 kilometer, 3 months ഒരു 10,000 നമുക്ക് എന്തായാലും ആകും. അപ്പോഴേക്കും ഇപ്പോൾ ഓൾറെഡി ഒരു ഡീസൽ വണ്ടിയാണ് ഉള്ളത്. അപ്പം ഞാൻ നോക്കൂ, ഒന്ന് ഒരു EVയും കൂടെ ട്രൈ ചെയ്യാം, എന്തായാലും ഇത്ര ഒരു യാത്രയുണ്ട്. ആൻഡ് പലരും പറഞ്ഞു EV വളരെയധികം യാത്ര കംഫർട്ടും ഒത്തിരി ക്ഷീണമൊന്നും ഉണ്ടാകത്തില്ല. ആൻഡ് ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാനൊന്ന് EVയിലേക്ക് ഒന്ന് എത്തിയത്. അപ്പം ഈ പെർസ്പെക്റ്റീവിൽ വന്നിട്ട് EVയിൽ എത്തിയിട്ട് വാസ് ഇറ്റ് വെൽക്കമിംഗ് ഫോർ യു? അബ്സല്യൂട്ട്ലി, വെരി ഹാപ്പി വിത്ത് ദ ബൈക്ക്. അപ്പം ഞാൻ നാഥൻ എന്ന് പറയാൻ കാരണം നാഥൻ കുറെ കേട്ടിട്ടുള്ളതാണ്. നാഥനിപ്പം താമസിക്കുന്ന ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണോ അതോ ഫ്ലാറ്റിലാണോ? ഞാനൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ചെറുതായിട്ട് പറയാം. ഞാനൊരു വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷെ അവിടെ ഒരു 2 floors ഉണ്ട്, 4 പേരുടെ ഒരു. ചാർജിങ് ചാലഞ്ചിങ് ആണോ? ചാലഞ്ചിങ് ഞാൻ ഓൾറെഡി ഒരു 7 kilowatt ഒരു പോയിന്റ് വെച്ചു. 3 phase കണക്ഷൻ ഓൾറെഡി ഉള്ളതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഈസിയാണ്, കുഴപ്പമൊന്നും ഉണ്ടായില്ല, പ്രശ്നമില്ല. വൈകിട്ട് വന്നിട്ട് ഞാൻ ചാർജ് ചെയ്യും. പിന്നെ ഞാനിപ്പം എനിക്ക് ഇതുവരെയായിട്ടും ഒരു വെളിയിലെ ചാർജിങ് ഒക്കെ ഞാനിപ്പോൾ ജസ്റ്റ് ടോപ്പ് അപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വീട്ടിലേക്ക് എത്താൻ വേണ്ടി. ചാർജ് ആങ്സൈറ്റി അല്ലെങ്കിൽ റേഞ്ച് ആങ്സൈറ്റി ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ ഒരു കുറച്ച് ട്രിപ്പ് 3 times കാലിക്കറ്റ് പോയി, ഒരു വട്ടം ടുവേർഡ്സ് കൊല്ലം പോയി. ആ ടൈമിലൊന്നും നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു വട്ടം കാലിക്കറ്റിൽ നിന്ന് വന്നപ്പോഴേ ഉള്ളൂ നമുക്കൊരു വട്ടം ഒരു 10 kilowatt എനിക്ക് ചാർജ് ചെയ്യേണ്ടി വന്നുള്ളൂ. നോർമൽ കേസിൽ ഇപ്പോൾ റെഗുലർ യൂസിൽ അങ്ങനെ ചാർജിങ് ആങ്സൈറ്റി ഒന്നും ഉണ്ടായിട്ടില്ല?
ഇതുവരായിട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ ഐ ഫീൽ എന്നോട് പറഞ്ഞ ഞാനിങ്ങനെ കുറച്ച് ആൾക്കാരുടെ ഗൈഡൻസ് എടുത്തിട്ടാണ് EV എടുത്തത്. അപ്പൊ അവര് പറഞ്ഞു യു കീപ് ഇറ്റ് 90-20 ആകുമ്പോഴേക്കും അപ്പോഴേക്ക് പോകണ്ട. ചാർജിങ് സൈക്കിൾ അത് ബേസിക്കലി നല്ലൊരു കാര്യമാണ്. 20 to 90 ചാർജ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫോണിലാണെങ്കിലും നല്ല എക്സ്പെർട്സ് പറയും ഫുൾ ചാർജ് ചെയ്യേണ്ട, ഇടക്കൊന്ന് മാത്രം ടോപ്പ് അപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടാണ് വണ്ടി എടുത്തത്. അതുപോലെ തന്നെ യാത്ര ആവശ്യമായിട്ട് ചെയ്യും, എൻജോയ് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യാം. ആക്ച്വലി എനിക്ക് ഫോട്ടോഗ്രാഫി ക്ലബാണോ? രണ്ടുകൂടെ ക്ലബ്ബാണ്. ഫോർ മീ യാത്ര നല്ലതാണെങ്കിൽ നമ്മളൊരു പ്ലസന്റ് യാത്ര ചെയ്ത് ഷൂട്ട് എടുക്കാൻ പോവാണ്. നമ്മുടെ യാത്ര പ്ലസന്റ് ആകുമ്പോഴേക്കും നമുക്കൊരു ഹാപ്പി മൊമെന്റോട് കൂടി കയറാൻ പറ്റും. നമുക്കൊരു യാത്ര മോശമായിട്ട് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു ഒരു മൂഡ് അല്ലെങ്കിൽ അതെല്ലാം വർക്കിൽ അഫക്റ്റ് ആവും. അതെനിക്ക് പണ്ടേല് ഞാൻ ഈ പറഞ്ഞ ഹെഡ് ആയിട്ട് തന്നെ ടൈമിംഗ് കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഒരു നല്ല വണ്ടി വന്നപ്പോഴേക്കും VF7 വന്നപ്പോഴേക്കും അതിന് കുറച്ചുകൂടെ ഒരു ബെറ്റർ സാധനം കിട്ടി. ഞാൻ പ്രവീണ ഫസ്റ്റ് കാണുന്ന ഇഫ് ഐ എം നോട്ട് റോങ് നമ്മൾ തേക്കടിയിൽ വെച്ചിട്ട് പ്രോപ്പർട്ടി, ബട്ട് ഒരു 5 വർഷമായില്ല, അത് 6-5 വർഷം, 5-5-6 നമ്മൾ ആദ്യം കോവിഡിന് ശേഷം, കോവിഡ് ടൈമിലാണ്, കോവിഡ് കഴിഞ്ഞിട്ട്. അതിന്റെ ശേഷം ഞാൻ പലപ്പോഴും ഈ ആർക്കിടെക്ചർ സർക്കിളിൽ ഒരുപാട് കേട്ടിട്ടുണ്ട് പ്രവീണിന്റെ. നാത്തൻ ഫോട്ടോഗ്രാഫി എന്നാ കൂടുതൽ. അപ്പൊ അന്ന് എനിക്ക് ഡിസ്കണക്ട് ചെയ്തു, ആരാളെന്ന് മനസ്സിലായി. പിന്നെയാണ് നമ്മള് ആളെ തന്നെ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഫോട്ടോഗ്രാഫി പറയുമ്പോൾ ഈ വണ്ടി എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആണ്. ഇത് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ഫോട്ടോ എടുക്കാൻ നല്ല ലൊക്കേഷൻ കിട്ടിയിട്ടില്ല. അതാണ് ഫോട്ടോ എടുക്കാൻ തോന്നിയിരുന്ന ഉണ്ട്. അതാ പറഞ്ഞ എനിക്ക് മനസ്സിൽ ഒരു നല്ലൊരു ഹില്ല് അല്ലെങ്കിൽ ഒരു നല്ല സ്ഥലത്ത് എത്തിയിട്ട് എടുക്കാനായിട്ട് എനിക്കിപ്പോൾ പോയ ഞാൻ ഇടയ്ക്കൊക്കെ ഒരു സ്പേസിൽ കണ്ടപ്പം എടുക്കണം തോന്നി. പക്ഷെ എനിക്ക് ഈ വണ്ടിക്ക് പറ്റിയ ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു നല്ല പിക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ഇടുമ്പോഴും ഇറ്റ് ഷുഡ് കം നന്നായിട്ടൊരു ബ്രാൻഡിനെ ഡിസേർവ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഉണ്ടാകണം. ഓക്കെ, അപ്പം ഇതൊരു കോണ്ടംപററി ഡിസൈനാണ്. കോണ്ടംപററി ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മൾ പലപ്പോഴും കാണുന്ന ആർക്കിടെക്ചർ ബന്ധമുണ്ട്. അതിൽ നമ്മൾ കാണുന്ന ഒരു ഫാക്ടറാണ് എക്സ്പോസ് കോൺക്രീറ്റ് ഫിനിഷ്. ഇതടക്കം അതാണോ ഈ കളറിനെ കണക്ട് ചെയ്തത്? എനിക്ക് ഗ്രേ വളരെ ഇഷ്ടമുള്ള കളറാണ്. ഇപ്പം നമുക്ക് ഈ ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിലും ഇപ്പം നമ്മുടെ ഒരു എക്സ്പോസ്ഡ് ഈ പറഞ്ഞ ഗ്രേ കളർ അങ്ങനത്തെ ഉള്ള ആർക്കിടെക്ചർ ഈസ് നൈസ്. ഓക്കെ, നമുക്ക് ഒത്തിരി ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഇഷ്ടംപോലെ ആർക്കിടെക്ചർ നമുക്കുണ്ട്. ഇപ്പം കേരളത്തിലും ഉണ്ട്, ഇപ്പം നമുക്ക് അക്രോസ് ഇന്ത്യയിൽ നോക്കിയാലും ഉണ്ട്. ഇപ്പം ഗോ അബ്രോഡ് ഓൾസോ, അവിടെയും നമുക്ക് ഈ ഒരു കളർ സ്കീം ഉണ്ട്. അപ്പം ഞാൻ ഗ്രേ എന്ന് പറഞ്ഞ സംഭവത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറുമാണെന്നുള്ളതാണ്. നമുക്ക് മൈറ്റ് മീ വേറെ കളർ എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ബ്ലാക്കിന് എനിക്ക് എന്താ പറയുക, ബ്ലാക്കിനേക്കാളും ഐ ഫെൽറ്റ് ഓക്കെ ഒരു ലോങ് ടൈമിലേക്ക് ഗ്രേ ആയിരിക്കും നമ്മുടെ നാട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും. ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളറാണ്. ഈ പറഞ്ഞ എനിക്കും തോന്നാറുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ പല ടൈപ്പ് ആർക്കിടെക്ചറും കാണാം. ചെറുപ്പം മുതലേ ഈ ഫീൽഡില് ഫാദർ ആയിട്ടുള്ളതുകൊണ്ട് ട്രഡീഷണൽ കണ്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ ഒരു കൺവെൻഷൻ ഉണ്ട്. പക്ഷെ ഈ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കോണ്ടംപററി സാധനമാണ്. ഇപ്പം ഞാൻ ഒരു വീട് വെക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിൽ കാണുന്ന ഒരു കോണ്ടംപററി. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ നാരോ ഗ്രേ പോലത്തെ ഈ ഒരു കളർ ഇറ്റ്സ് വെരി ഒപ്റ്റിമം ഫോർ ദിസ് കൈൻഡ് ഓഫ് ആർക്കിടെക്ചർ. ഒരു ബാലൻസ്ഡ് ആണ്. പറഞ്ഞ നമ്മൾ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്. എന്തുകൊണ്ട് ഗ്രേ ഇഷ്ടപ്പെടുന്ന കാരണം ആ കോൺക്രീറ്റ് ഫിനിഷിന് എനിക്ക് ഇഷ്ടമാണ് നന്നായിട്ട്. ഒരു കണക്ട് ഉണ്ട്, എനിക്ക് തോന്നി. കറക്റ്റ് ആണ്. എനിവേ, ഇനിയിപ്പം ഈ ഒരു വണ്ടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഐസ് വെഹിക്കിള് ഓടിക്കുമ്പോൾ ആ ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്? അതൊരു വലിയ ചലഞ്ചാന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തുടങ്ങി. ഇതൊരു EV വേൾഡ് നമ്മൾ ഐ ഫീൽ നമ്മളൊരു ആപ്പിൾ യൂസേഴ്സ് എന്ന് പറയത്തില്ലേ, അതേപോലെ ഒരു EV വേൾഡിലേക്കാണ് ഞാൻ മാറുന്നത് ഞാൻ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇത് ഇനി കുറച്ച് നാൾ യൂസ് ചെയ്ത് ലൂപ്പിൽ വിടാൻ പോവുകയാണ്. കാരണം നമ്മളൊരു കംഫർട്ടും ഒത്തിരി കാര്യങ്ങളെല്ലാം ഈ കാർ തരികയാണ്. അപ്പോഴേക്കും അത് ആ ലൂപ്പിലേക്കാണ് ഞാൻ പോകുന്നത്. നമ്മൾ ഈ വെയിലുള്ള കുറച്ച് വണ്ടിയിൽ പ്രവീൺ, എങ്ങനെയുണ്ട് കംഫർട്ട് എലമെന്റ്സ് സോ ഫാർ? സോ അടിപൊളി, സോ ലക്ഷറി ആൻഡ് കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു ക്ഷീണമില്ല. ആൻഡ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അത് എന്താ പറയുക, ഞാൻ ഇതുപോലത്തെ നേരത്തെ എൻ്റെ കയ്യിൽ നേരത്തെ ആദ്യം ആയിരുന്നു. അപ്പം അതിനൊരു പെട്രോൾ വണ്ടിക്ക് ഒരു സ്മൂത്ത്നെസ്, ഒരു ലീനിയാരിറ്റി ഉണ്ടല്ലോ. പിന്നെ വന്നപ്പോഴേക്കും ആ ഒരു പവർ അല്ലേ, ഇപ്പൊ ഈ വണ്ടി വരുമ്പോഴേക്കും ആ രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ഇന്നെ എന്താ പറയാ, നമ്മളിപ്പോ സോഫ്റ്റ്വെയറിൽ പറയുമ്പോൾ രണ്ടും കൂടെ ചേർന്ന് വന്ന രണ്ടിന്റെ നല്ലൊരു എക്സ്പീരിയൻസ്. അതായത് ലീനിയർ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിന്റെ ഇതും, പക്ഷെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, പവർ
സോ ഫ്രം ദാറ്റ് ഐ ആസ്ക് യു. അപ്പൊ ആ ഇനീഷ്യൽ പവർ ഉണ്ടല്ലോ, ആക്സലറേഷൻ, അത് ആദ്യം എങ്ങനെയായിരുന്നു, ഇപ്പൊ അതെങ്ങനെ യൂസ്ഡ് ആയോ? പിന്നെ ആ നോർമൽ മോഡും എക്കോ മോഡിലും ആദ്യം കുഴപ്പമുണ്ടായില്ല. സ്പോർട്സ് മോഡ് എനിക്ക് ഹാൻഡിൽ ഇച്ചിരി പാടായിരുന്നു. പിന്നെ ഇച്ചിരി കഴിഞ്ഞിട്ടാണ് യൂസ് ടു ആയതൊന്ന്. സ്പോർട്സ് മോഡിലേക്ക് നമുക്ക് പറയുമ്പോൾ ചവിട്ടുമ്പോൾ പെട്ടെന്ന് ആക്സലറേഷൻ അപ്പൊ യൂസ് ടു അല്ലായിരുന്നു. പിന്നെ ഒരു 2-3 ഐ തിങ്ക് ഒരു 4 റൈഡ്സ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്ന് കംഫർട്ടബിൾ ആയത്, അതൊന്ന് ആ ഒരു പവറിലേക്ക് നമ്മളൊന്ന് എത്തിപ്പെടാനായിട്ട്. അപ്പൊ ഇനിയിപ്പോ ഞാൻ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറയാം. ഒരു പ്രവീൺ ഒരു ഷൂട്ടിന് പോയി, പോയ ആ സ്ഥലവും ആ വീടും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഹാപ്പി മൂഡ് ഷൂട്ട് ചെയ്തിട്ട് ഒരു ബ്ലാസ്റ്റിന് റെഡി ആയി നിൽക്കുമ്പോൾ അങ്ങനെ പൊളിച്ചു വിടാനുള്ള ഒരു വണ്ടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആണോ? ഓക്കെ. ഞങ്ങള് ഒന്നാമത് അന്ന് ഇവിടെ മലപ്പുറത്ത് പോയി ഷൂട്ട് വന്ന്, അപ്പൊ അവിടെ ക്ലയന്റ് ഒക്കെ ആണെങ്കിലും കുറച്ച് ഒരു പുള്ളിയുടെ വന്നിട്ട് പുള്ളി ഡിഫൻഡർ ഒക്കെ എടുത്തൊരു കുറച്ച് ഒരു പരിപാടിയൊക്കെ അടിച്ച് നമുക്ക് പോസ്റ്റ് കൂട്ടി കഴിഞ്ഞപ്പോ ഒരു നമ്മള് നേരത്തെ ചെറിയ ചെറിയ സംഭവം ചെയ്യുമായിരുന്നു. തിരിച്ചു വന്നപ്പോ നമ്മൾ ഈ വണ്ടി കിട്ടിയപ്പോഴേക്കാണ് അന്ന് ലൈക്ക് നമ്മളൊന്ന് അന്ന് ഒന്ന് ഒരു എന്താണ് പുള്ളി കാണിച്ചതിന്റെ ചെറിയ സംഭവം നമുക്ക് എൻജോയ് ചെയ്തു. ഓ നൈസ് നൈസ്. അപ്പൊ ഈ വണ്ടി ഉള്ളതുകൊണ്ടാണ് നമുക്കത് ആ ഒരു പറ്റിയത്. അങ്ങനെ വരുമ്പോ ഇപ്പൊ റോഡിൽ പോകുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാര്യത്ത് സേഫ്റ്റിയും എല്ലാം തന്നെ കൺസേൺ ആണ്. അതിന് അഡാസ് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിരുന്നോ? എക്സ്പീരിയൻസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അഡാസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ നമ്മുടെ കുറച്ച് ഹൈവേസിലും ഒരു ട്രൈ ചെയ്യാൻ വേണ്ടി ചെയ്തോളൂ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. യൂസ്ഫുൾ ഫീച്ചർ ആയി തോന്നുന്നുണ്ടോ? യൂസ്ഫുൾ ഹൈവേയിലും ഓക്കെയാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു അല്ലാതെ സിറ്റി ഡ്രൈവിലോ കാര്യങ്ങളിലേക്കൊന്നും അങ്ങനെ ഞാൻ ട്രൈ ചെയ്തില്ല. കാരണം എനിക്കും അഡാസ് എന്നുള്ള സംഭവം ഒരു ഞാനൊരു IT വന്നുകൊണ്ട് നമുക്കറിയാം നമുക്കൊരു എല്ലാവരും ഡിസിപ്ലിൻഡ് നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് ഓടിക്കണം, അല്ലെങ്കിൽ എന്നാലേ ഉള്ളൂ. കാറാണെങ്കിലും ഒരു അൽഗോരിതത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ആ അൽഗോരിതം നമ്മുടെ എല്ലാ ആൾക്കാർക്കും അറിയണം, ഓടിക്കുന്ന എല്ലാവർക്കും അറിഞ്ഞാലേ ഉള്ളൂ അത് വർക്ക്ഔട്ട് ആവുള്ളൂ. പക്ഷെ എന്നാലും നീ പറഞ്ഞ ലൈന സിസ്റ്റം, അഡാസിന്റെ സാധനം, മറ്റേ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എല്ലാം ചെയ്തിരുന്നു. അതെല്ലാം നന്നായിട്ട് അതൊക്കെ എന്നെ എക്സൈറ്റ് ചെയ്തിരുന്നു. അതായത് തന്നെ വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ സ്ലോ ഡൗൺ ആവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇറ്റ്സ് നൈസ് ആക്ച്വലി. നമുക്കൊരു അതാ പറഞ്ഞു ഓരോ എക്സൈറ്റ്മെന്റ് ലെവല് ഈ പറഞ്ഞ ഞാൻ വന്ന ഈ ക്രെറ്റയിൽ വന്ന അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ നിന്ന് വന്ന ആൾക്ക് ഇതെല്ലാം ടൂ മച്ച് ഓഫ് എക്സൈറ്റ്മെന്റ് ആണ് തരുന്ന വണ്ടി. പിന്നെ വണ്ടിയിൽ നമ്മൾ ഒരു ലിവിങ് ടൈം എന്ന് പറയും, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം, അത് കുറച്ചുകൂടി റിലാക്സിങ്ങും ഒരു പ്രൊഡക്റ്റീവും ആയിട്ടെല്ലാം തോന്നിയിട്ടുണ്ടായിരുന്നോ? ഒരു ഇലക്ട്രിക് ആയതുകൊണ്ടുള്ള ഡിഫറൻസ് ഫീൽ ചെയ്തിരുന്നോ? ഞാൻ എൻ്റെ ഒരു ഡെയിലി ലൈഫ് തന്നെ നല്ല ടൈം ഐ തിങ്ക് ഐ സ്പെൻഡ് ഇൻ കാർ. അപ്പോഴേക്കും അതായത് ഒരു നല്ല കാറ് വേണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം ഈ VF7 വന്നപ്പോഴേക്കും എനിക്കത് ലൈക്ക് അതിനൊരു നല്ലൊരു സൊല്യൂഷൻ ആയി. ഇപ്പൊ പറഞ്ഞ പോലെ പീസ്ഫുൾ ആയി. പിന്നെ എനിക്ക് എന്റെ ഒരു ഇന്റീരിയർ ആണെങ്കിലും ഒരു ബാക്കിലേക്ക് വരുമ്പോൾ ഒരു നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ആൻഡ് എന്താ പറയുക, ഒന്ന് റിലാക്സ് ആയിട്ടൊന്ന് കിടക്കണമെങ്കിലാണെങ്കിലും നല്ല കംഫർട്ടബിൾ. പിന്നെ സസ്പെൻഷൻ ഓൾസോ ഇറ്റ്സ് സോ നൈസ്. അതെന്താ എനിക്ക് ഞാൻ അത്രമാത്രം ടെക്നിക്കലായിട്ട് നോക്കിയില്ല, പക്ഷെ വെരി കംഫർട്ടബിൾ. ഇപ്പം ഒരു സാഹചര്യത്തില് ഇപ്പം വർക്കെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഡ്രൈവ് ചെയ്യാതെ പാസഞ്ചർ ആയിട്ട് ഇരുന്നിട്ട് യാത്ര ചെയ്തിട്ടുണ്ടോ? ഞാനൊരു 50% പാസഞ്ചർ തന്നെയാണ്, 50% ആണ് ഡ്രൈവിംഗ് ചെയ്യുന്നത്. ഇപ്പം കൂടെ വന്ന അവരും കൂടെയായിട്ടാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പൊ ഒരു റെസ്റ്റ് എടുക്കണം, ഉറങ്ങണം എന്നെല്ലാം വരുമ്പോൾ യു ആർ കംഫർട്ടബിൾ ഡൂയിങ് ദാറ്റ്? റിലാക്സ്ഡ് ആണ്. എന്താ പറഞ്ഞ സ്പേസ് കൊണ്ട് സോർട്ടഡ്. പിന്നെ മുമ്പിൽ ചോദിച്ചില്ല ഈ പറഞ്ഞ കാറിന്റെ ഉള്ള അഡാസ് ഫീച്ചേഴ്സ് അല്ലാതെ ബാക്കിയുള്ള ഒരു സൈഡിൽ കൂടെ വണ്ടി പോകുമ്പോൾ ഉള്ള വാർണിങ്സ്, ബാക്കിലൊക്കെ റിവേഴ്സ് എടുക്കുമ്പോൾ അതിന് മുന്നേ അങ്ങ് ദൂരെ നിന്ന് വണ്ടി വരുന്നുള്ള വാർണിങ്സ്, ഇതെല്ലാം വളരെ യൂസ്ഫുൾ ആണ്. അതെല്ലാം ഡേ ടു ഡേ അഫെയറിൽ അത് ഉപകാരപ്പെടുന്ന ഫീച്ചറായി തോന്നിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് അതാ പറഞ്ഞത്, ഈ ഒരു EV-യിലേക്ക് വന്ന് അതാ പറഞ്ഞ നമ്മൾ ആ ഒരു ഇതിലേക്ക് ആവുകയാണ്. ഇനി വേറെ വണ്ടിയിലേക്ക് പോകുമ്പോഴേക്കും പണ്ടത്തെ ഞാനിപ്പം അതിലത്തെ ക്യാമറ പോലും ഇല്ലാത്ത ഞാൻ കഴിഞ്ഞ ദിവസം ഓടിച്ചപ്പോ പാടുപെട്ടു. അപ്പൊ കുറച്ച് ഒരു 1 year കഴിഞ്ഞിട്ടൊന്ന് ഞാൻ ആലോചിക്കുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇനി കഴിഞ്ഞിട്ട് അടുത്തൊരു EV-യിലേക്ക് നമ്മൾ പോകത്തുള്ളൂ. ഇനി നമ്മളെല്ലാരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ബഡ്ജറ്റ് പോക്കറ്റ്. ഈ EV-യിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം ഡു യു തിങ്ക് ദേ ആർ ഹാവിംഗ് മോർ സേവിങ്സ്?
ഓൺ റെസ്പെക്ട് ഓഫ് ലൈക്ക് ഡെയിലി കോസ്റ്റും ഇതിനെല്ലാം? ഡെയിലി കോസ്റ്റ് വൈസ് ഇപ്പോൾ അതാ പറഞ്ഞത്, ഒരു കാലിക്കറ്റ് പോകുമായിരുന്നെങ്കിൽ നേരത്തെ ഞാനിപ്പോൾ ഒരു ഡീസൽ ആണെങ്കിൽ 2500 ഒക്കെ അടിച്ച സമയത്ത് ഇപ്പം ഞാനിപ്പം ഒരു ഫുൾ ചാർജ് എനിക്ക് പോയി വരാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ എനിക്ക് മാക്സിമം ചില സമയത്ത് ഇപ്പോൾ സിറ്റിയിലൊക്കെ പോവുകയാണെങ്കിലോ അല്ല ട്രാഫിക്കിലെങ്ങനെ പെടുവാണെങ്കിലോ ഒരു വട്ടം ഞാൻ 10 കിലോവാട്ട് ഞാൻ ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ ഒരു ആ ടൈം ഗുഡ് സേവിങ്. ഒരു ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 600-700 ഏറ്റവും മാക്സിമം അതിനുള്ളിൽ നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ കേസ് ആണെങ്കിലും ഈ പറഞ്ഞ റേഞ്ചിൽ, പ്രൈസ് റേഞ്ചിൽ ഇത്ര ഒരു പ്രീമിയം വണ്ടി, ഇറ്റ്സ് സോ അമേസിങ്. അതാണ് വാല്യൂ ഫോർ മണി. എനിക്കും ഇതേപോലത്തെ ഒരു വണ്ടി നേരത്തെ, അതായത് ഒരു കൊല്ലം മുന്നേ ആഗ്രഹമുണ്ട്. പക്ഷേ പോകുമ്പോൾ ബഡ്ജറ്റുകളെല്ലാം നമുക്കൊരു 50 ലക്ഷം ഒക്കെയാണ് നമ്മുടെ ബാക്കിയുള്ള ബ്രാൻഡ്സ് പറയുന്നത്. അപ്പൊ ഈ വണ്ടി കണ്ടു, ഇത് ബഡ്ജറ്റ് ഞാൻ കേട്ടപ്പോഴേക്കും ഞാൻ ഓക്കെ കൊള്ളാം, നമ്മള് ഉദ്ദേശിച്ച സാധനം ഒക്കെ എന്റെ ഒരു ബഡ്ജറ്റിൽ എത്തി. അണ്ടർ 30 lakhs ഒരു ഈ ഒരു ഫീല് ഉള്ള ഒരു വണ്ടി. ഇനി ഞാൻ കുറച്ച് ഒരു റാപ്പിഡ് ഫയർ പോലെ ചൂസ് ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം അതില് പ്രവീണിനുള്ള ആൻസർ പറഞ്ഞു. സിറ്റി ഡ്രൈവർ, ഹൈവേ ക്രൂസ്? റേഞ്ച് ഓർ പെർഫോമൻസ്? One feature which you show everyone first in this car? In the style. Okay, then I think you answered, but still, petrol car again or EV for life? EV. Okay. കാരണം പറയാം, ഞാനൊരു IT വന്ന ആളായതുകൊണ്ട് തന്നെയാണ് ഐ ബിലീവ് മുന്നോട്ട് പോകുമ്പോൾ ടെക്നോളജി ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. സോ നമ്മളെപ്പോഴും ടെക്നോളജിയിൽ അല്ലെങ്കിൽ ഇപ്പം മുമ്പിൽ പറഞ്ഞല്ലോ, മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും ഇൻവെസ്റ്റിംഗ് ഇൻ EV. ഞാൻ മുമ്പിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ വർക്ക് ഇൻ ഹുവാവയുടെ കാറാണ് ഇപ്പം ദേ ആർ കോമ്പറ്റീറ്റിംഗ് വിത്ത് പോർഷെ. അപ്പൊ അവർക്കൊക്കെ അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, ലക്ഷറി ഓർ ടെക്നോളജി? ഐ ആം എ ടെക്നോളജി പേഴ്സൺ. ഓക്കെ. പിന്നെ SUV ഓർ സിഡാൻ? സിഡാൻ ആയിരുന്നു ഇഷ്ടം, പക്ഷെ ഇപ്പം ക്രോസ് ഓവർ. സേഫ് ബെറ്റ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് one word about your VF7. See, one word I can say, it's a lovable beast. Yes. ഇതിന്റെ ബോൾഡ്നെസ്, എനിക്ക് കാണാനുള്ള റോഡ് പ്രസൻസ്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. ഇപ്പൊ പോകുന്ന സ്ഥലത്തും ഞാനിപ്പം ഈ വണ്ടി കൊണ്ട് പലയിടങ്ങളിൽ പോകുന്നു, എല്ലാവരും നോക്കുന്നു ആൻഡ് ദേ ആർ സേയിങ് വിച്ച് ഈസ് ദ ബ്രാൻഡ്. ഓക്കെ, എന്നോട് ആസ്കിങ് ദ പ്രൈസ്. ഓക്കെ, ഇപ്പോൾ ദേ ആർ ഓൾസോ കൺഫ്യൂസ്, ഇത്ര പ്രൈസേ ഉള്ളൂ ഈ വണ്ടിക്ക്. ഓക്കെ, ഇത്രയും ആ ഒരു ലുക്ക് വൈസ് ഒക്കെ ദേ ആർ കമ്പയറിങ്. അത് എന്താ ചോദിക്കുന്നത്, ഇവിടെ നിന്നുള്ള വണ്ടിയോ? ഞാൻ പറയും ഇമ്പോർട്ട് ചെയ്തോണ്ട് കിടക്കട്ടെ. Okay, so thank you, Praveen. എന്തായാലും it's good to have your auto side in our show. എന്തായാലും പ്രവീണിനെ നിങ്ങൾ ഫോളോ ചെയ്യണം. He's a beautiful photograph he clicks and he also make videos about architecture. എന്തായാലും ആർക്കിടെക്ചർ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഇവിടെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്, യു ക്യാൻ ഫോളോ ചെയ്യും. എന്തായാലും ഇനിയും നമ്മളെ ഇതേപോലത്തെ പല രീതിയിൽ നമുക്ക് കൊളാബ് ചെയ്യണം. എന്തായാലും അടുത്ത തവണ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു സോ മച്ച്. Stay safe, enjoy wheeling. Yeah, sure, thank you.